നെഗറ്റിവിറ്റി ഉണ്ടാക്കുക, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക, നെഗറ്റിവിറ്റിയെക്കുറിച്ച് വേദവാക്യം പറയുക. ഇതാണ് അവരുടെ ഷോ. സൈക്കോളജി ഇങ്ങനെ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഷോ നിലവിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് കളിക്കേണ്ട ഒരു ഷോ ആണെന്ന് അവരെവിടെയും പറഞ്ഞിട്ടില്ല. ഹായ് ഓൾ, വെൽക്കം ടു വാക്ക് വിത്ത് എ ലോയർ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഒരു 3 വർഷത്തെ സിഗ്നിഫിക്കൻറ്റ് ഗ്യാപ്പിന് ശേഷമാണ് ഈ ചാനലിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു ഗ്യാപ്പ് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആസ് വെൽ ആസ് പേഴ്സണൽ ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സും തിരക്കുകളും കൊണ്ടൊക്കെ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഇത്രയും ഒരു ഗ്യാപ്പ് വന്നിട്ട് അറ്റ് ദിസ് പോയിൻ്റ് എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്ത്, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത്, എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്ത എല്ലാവരോടുമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ ഈ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട് ഒരു ഗ്യാപ്പ് വന്ന ശേഷം, എനിക്കൊന്നൊരു 6 മാസം ശേഷമാണെന്ന് തോന്നുന്നു, ഒരു സബ്സ്ക്രൈബർ, അദ്ദേഹത്തിൻ്റെ നമ്പർ എവിടെ നിന്നാണ് കിട്ടിയെന്ന് എനിക്കറിയില്ല, അദ്ദേഹം നമ്പർ തപ്പിയെടുത്ത് എൻ്റെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. പേര് ഞാൻ ഓർക്കുന്നുണ്ട്, ബട്ട് അദ്ദേഹം വിളിച്ചത് പാലക്കാടാണ്. അതെനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ലാങ് ഒക്കെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. സോ അദ്ദേഹം വിളിച്ചു, സംസാരിച്ചു, എന്നോട് പറഞ്ഞു ഇത്തരത്തിലുള്ള ചാനൽസ് വേണം, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ബിക്കോസ് ഐ റിമെമ്പർ വെൻ ഐ സ്റ്റാർട്ട് ദ ചാനൽ 3 years ago, I was one of the first YouTubers in the Kerala community to start a YouTube channel based on the legal things. So അത്തരത്തിലുള്ള ലീഗൽ ചാനൽ അന്ന് വളരെ കുറവായിരുന്നു. സോ അദ്ദേഹം എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര മോട്ടിവേറ്റ്, ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം, ഞാൻ എന്തായാലും അത് തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞു. ബട്ട് പിന്നീട് ഒരു ഗ്യാപ്പ് വന്നു. നമ്മളൊരു ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പെട്ടെന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ, അത് ഒരുപാടൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണ് പിന്നെയും ഒരു ഗ്യാപ്പ് വന്നത്. സോ ഇനി അങ്ങോട്ട് തുടർന്ന് കുറച്ച് വീഡിയോസുകൾ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ട്. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഓൾസോ തുടർന്നും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു വൺസ് അഗൈൻ ഫോർ ഓൾ യുവർ സപ്പോർട്ട്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളം ഷോ ആയ ബിഗ് ബോസ് സീസൺ 6 കുറിച്ചാണ്. നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കത്തുന്ന ഒരു ടോപ്പിക്കാണ് ബിഗ് ബോസ്. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. സോ കോൺട്രവേഴ്സീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ഇവൻറ്റ്സ്, ഒരുപാട് കോൺട്രവേഴ്സി ഓൾറെഡി കഴിഞ്ഞു. അതിൽ വൺ ഓഫ് ദ കോൺട്രവേഴ്സി നമുക്കറിയാം, 2 കണ്ടസ്റ്റൻസ് തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫൈറ്റിൽ അടിച്ച ആ വ്യക്തി ആ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഔട്ടാവുകയും ചെയ്തു. അതുപോലെ അടി കൊണ്ട ആ വ്യക്തി പിന്നെ അദ്ദേഹത്തിനൊരു സർജറിയും പിന്നെ ഹോസ്പിറ്റലൈസേഷനും കഴിഞ്ഞ് വലിയൊരു ഗ്യാപ്പ് വന്ന ശേഷമാണ് വീണ്ടും അദ്ദേഹം റീ എൻട്രി ചെയ്തത്. സോ അത് ഭയങ്കരമായിട്ടൊരു കോൺട്രവേഴ്സിയായി മാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളം റിയാലിറ്റി ഷോസിൽ ഇങ്ങനെ ഒരു ഇവൻറ്റ് ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല. തുടർന്ന് അതിന് മറ്റൊരു പ്രധാന കാര്യം, അതിലൊരു കേസ് ഒരു ഹൈക്കോടതി അഭിഭാഷകൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണ്, അതിൻ്റെ പേര് അഡ്വക്കേറ്റ് ആദർശ് എസ് എന്നാണ്. അദ്ദേഹം ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു അടിപിടിയുടെ ദൃശ്യം ഒരു ഷോയിൽ ഷൂട്ട് ചെയ്തു, അതുപോലെ അത് വ്യാപകമായി പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരു കേസ് ഹൈക്കോടതിയിൽ അദ്ദേഹം മൂവ് ചെയ്തത്. കാരണം നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ രാജ്യത്ത് എയർ ചെയ്യുന്ന ഷോകൾക്ക് അത് നടത്തുന്നതിന് അത് ഫോളോ ചെയ്യേണ്ട ഒരു കോഡുണ്ട്, ഒരു പ്രോഗ്രാം കോഡുണ്ട്. അപ്പോൾ ആ കോഡ് ഫോളോ ചെയ്യാതെ നമ്മൾ എന്തെങ്കിലും ഷോകൾ ഇവിടെ നടത്തി കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ നിയമ നടപടികൾക്ക് വിധേയമാവാൻ സാധ്യതയുണ്ട്. അപ്പം ഈ കോഡിൻ്റെ വയലേഷൻ എന്ന രീതിയിലാണ് ഈ ചാനലിനെതിരെ, അതുപോലെ അതിൻ്റെ അവതാരകനായ മോഹൻലാലിനെതിരെയൊക്കെ കേസ് അദ്ദേഹം ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഹൈക്കോടതി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. ഈ ഷോ അതിനെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ കണ്ടന്റിനെ കുറിച്ച് ഇവാലുവേഷൻ നടത്താനും വേണ്ടി വന്നാൽ അതിൻ്റെ നടപടികൾ സ്വീകരിക്കാം. നടപടികൾ എന്ന് പറഞ്ഞാൽ ഏതറ്റം വരെയും പോകാം. ആ ഷോ റദ്ദാക്കാനും ഫൈൻ ചെയ്യാനൊക്കെയുള്ള റൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അധികാരം മന്ത്രാലയത്തിനുണ്ട്. സോ തുടർന്നുള്ള അപ്ഡേറ്റ്സ് നമുക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. സോ നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ ബിഗ് ബോസിൻ്റെ ഒരു സൈക്കോളജിക്കൽ, അല്ലെങ്കിൽ ഷോയുടെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ്. അത് മറ്റുള്ള യൂട്യൂബ് വീഡിയോസിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. കൂടുതലും ഈ ഷോയുടെ കണ്ടന്റിനെ കുറിച്ചും അതിലെ കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളത്. അതിനൊരു സൈക്കോളജിക്കൽ, അല്ലെങ്കിൽ ഈ ബിഗ് ബോസിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. സോ അതാണ് നമ്മളിന്ന് മെയിൻലി
ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ബിഗ് ബോസ് എന്ന ഈ ഷോനെ കുറിച്ച് വ്യാപകമായിട്ടൊരു നെഗറ്റീവ് ഒപ്പീനിയൻ പബ്ലിക്കിനിടയിലുണ്ട്. മെയിൻലി അതിൻ്റെ കണ്ടസ്റ്റൻസിൻ്റെ ഭാഷ, അവരുടെ പ്രവൃത്തി, അവരുടെ പെരുമാറ്റം. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിലാണ് ഇത്രയും കൂടുതൽ നെഗറ്റീവ് ഒപ്പീനിയൻ അട്രാക്ട് ചെയ്തിട്ടുള്ള പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന്. ബിക്കോസ് പബ്ലിക്കാണ് ഇത് ജഡ്ജ് ചെയ്യുന്നത്, അവരാണ് ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ പാർട്ട് ഓഫ് ദി ഷോ. സോ അവരുടെ ഒപ്പീനിയൻ മാറ്റേഴ്സ്. സോ ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നെഗറ്റീവായി എഴുതി തള്ളേണ്ട ഒരു പരിപാടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് ചില പോസിറ്റീവ് വശങ്ങളുണ്ട്. അതിൻ്റെ കൂടുതൽ ഞാൻ ചേർത്ത് പറയട്ടെ, ബിഗ് ബോസ് എന്ന ഷോ ഞാൻ കാണാറുണ്ട്. ഞാനത് കാണുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന്, അതിന് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആണ്. രണ്ടാമതൊരു റീസൺ ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോയുടെ ലേറ്റർ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതിന് നെഗറ്റീവ് വശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് പോകും. ഒന്നാമത്തെ കാര്യം, നമുക്കിവിടെ മലയാളത്തിൽ തന്നെ ഒരുപാട് റിയാലിറ്റി ഷോസ് ഉണ്ട്. മ്യൂസിക് റിയാലിറ്റി ഷോ ഉണ്ട്, ഡാൻസ് റിയാലിറ്റി ഷോ ഉണ്ട്. അതുപോലെ ഇതിനെയും ഒരു റിയാലിറ്റി ഷോ ആണെങ്കിൽ, അതിൻ്റെ ഒരു ഷോൻ്റെ സ്പിരിറ്റിൽ നമ്മൾ കാണുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ഒരു കാര്യം. രണ്ടാമത് നമുക്കറിയാം, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ മലയാളത്തിൽ മാത്രമല്ല, അതിൻ്റെ ആക്ച്വലി ഇതൊരു ഇന്റർനാഷണൽ ഷോ ആയിരുന്നു. ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ഷോ ആയിരുന്നു. അതിൻ്റെ ഇന്ത്യൻ വേർഷനാണ് ബിഗ് ബോസ്. അപ്പോൾ ആ ബിഗ് ബോസ് തന്നെ പല ഭാഷകളിലും ഇവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് മാത്രമാണ് മലയാളം. അപ്പോൾ അതിലെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, മലയാളത്തിൽ ഇപ്പോൾ 6ാമത്തെ സീസണാണ്. അപ്പോൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഓടിയ സീസണുകൾ വളരെ കുറവാണ് ആക്ച്വലി. ബിക്കോസ് എല്ലാ ലാംഗ്വേജിനും ഇതേപോലെ ഇത്രയും സക്സസ് കിട്ടിയിട്ടില്ല. സോ അതും ഇത്രയും കാലം 6 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് സക്സസ്ഫുള്ളി ഒരു പരിപാടി ഓടിച്ചു കൊണ്ടുവന്ന് പറഞ്ഞാൽ അതും ഒരു നല്ല കാര്യം തന്നെയാണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോസിറ്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ആണ്. അതായത് സൈക്കോളജി ഇങ്ങനെ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഷോ നിലവിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഏകദേശം 18 അല്ലെങ്കിൽ 19 കണ്ടസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ആളുകളുടെ പല രീതിയിലുള്ള, പല സംസ്കാരങ്ങളിലുള്ള, പല ഒപ്പീനിയൻസ് ക്യാരി ചെയ്യുന്ന ഒരു 18-19 ആളുകളുടെ ജീവിതം ഇരുന്ന് പഠിക്കാനുള്ള ഒരു അവസരമാണ് സത്യം പറഞ്ഞ ബിഗ് ബോസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് രണ്ടാമത്തെ റീസൺ കൂടിയുണ്ട് ഇത് ഇഷ്ടപ്പെടാനുള്ള കാര്യം. അത് സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ആണ്. കാര്യം നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സ്കില്ലാണ് സൈക്കോളജിയെ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങളൊന്നാണ് സൈക്കോളജി. ആളുകളെ അനലൈസ് ചെയ്യാനും അവരുടെ ക്യാരക്ടേഴ്സ് ഒബ്സർവ് ചെയ്യാനും അവരുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അത് ഒരു പരിധി വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് പറ്റാറുണ്ട്. അപ്പം നമുക്ക് ചില അസംഷൻസ് ഉണ്ടാവും. നമ്മൾ ഒരാളുകൾ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യും, ഒരാൾ അവർക്കൊരു പ്രഷർ വരുമ്പോൾ അവരെങ്ങനെ ബിഹേവ് ചെയ്യും. അപ്പോൾ നമുക്കത് പല രീതിയിൽ നിന്ന് കണ്ടു പഠിക്കാനും നമുക്കത് പിന്നീട് നമ്മൾ ആക്ച്വലി സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ അത് നമുക്ക് നമ്മൾ പഠിച്ച സൈക്കോളജിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഒരു പരിധി വരെ ഈ ഷോ സഹായിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായേക്കാം, അതായത് ഇതിലെ ആളുകൾ ഫേക്കായിട്ട് അല്ലേ കളിക്കുന്നത്, അവരുടെ റിയൽ ക്യാരക്ടർ മറച്ചു വെച്ചല്ലേ കളിക്കുന്നത് എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാകും. എനിക്ക് തോന്നിയിട്ടുള്ളത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് കളിക്കേണ്ട ഒരു ഷോ ആണെന്ന് അവരെവിടെയും പറഞ്ഞിട്ടില്ല. ഇതിൽ റിയൽ ആയി അല്ലെങ്കിൽ ജെന്യൂൻ ആയി കളിക്കണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യ-ഓസ്ട്രേലിയ ടെസ്റ്റ് മാച്ച് എടുക്കുക. അവിടെ 2 ഒപ്പോണൻസ് തമ്മിൽ കളിക്കുമ്പം അവർ റിയലായി കളിക്കുകയല്ല ചെയ്യുന്നത്. അവിടെ അവർ ആ ഗെയിം ജയിക്കാൻ വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെയും പോകും. ചിലപ്പോൾ അവർ ഒപ്പോണനെ സ്ലെഡ്ജ് ചെയ്യും, അവരെ പ്രഷറിലാക്കും, അതിനുവേണ്ടി അവർ ഫേക്ക് ചെയ്യും. ഇതൊക്കെ ആ കളിയുടെ ഭാഗമാണ്. അവിടെ ക്രിക്കറ്റ് ജെന്യൂനായി കളിക്കണമെന്നും ആരും പറയുന്നില്ല. അതുപോലെ തന്നെയാണ്, അതുപോലെ ഒരു ഗെയിം തന്നെയാണ് ഇതും. അപ്പോൾ ഇവിടെ ജെന്യൂനായിട്ട് കളിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ബിഗ് ബോസിൻ്റെ ആളുകളും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റൂളോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. സോ ഇറ്റ് ക്യാൻ ബി എ ഫേക്ക് ഗെയിം. എനിത്തിങ് ദേ ക്യാൻ ഡു എനിത്തിങ് ടു വിൻ എ ഗെയിം. സോ അതുപോലെ നമ്മളപ്പം അവർ ഫേക്ക്നെസ് ആണ് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫേക്ക്നെസ് ആണ് ആക്ടെങ്കിൽ നമുക്ക് ആ ഫേക്ക്നെസ് കണ്ടുപിടിക്കാനുള്ളൊരു ആളുകൾ എങ്ങനെ ഫേക്ക് ചെയ്യാം എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതാണ് മറ്റൊരു പോസിറ്റീവ് ആസ്പെക്ട്. ബിക്കോസ് നമുക്ക് സൈക്കോളജി എന്ന് പറയുന്ന സംഭവം നമുക്ക് ഫ്രീ ആയിട്ട് ലൈവായിട്ട് ഇരുന്ന് കണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ഒരുപാട് ആളുകളെ കുറിച്ചുള്ള സമൂഹത്തിൻ്റെ ധാരണ മാറ്റിയിട്ടുള്ള ഒരു ഷോ ആണ് ബിഗ് ബോസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം നമുക്ക് എടുത്തു വരേണ്ട എക്സാമ്പിൾ, ഒന്ന് മിസ്റ്റർ സാബു. അദ്ദേഹം സീസൺ 1 കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. കുറച്ച് പേർക്കും അറിയായിരിക്കും, സാബു എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റ് ഈ ഷോയിലേക്ക് വരുന്നതിന് മുമ്പ് അതിന് ഒരുപാട് കോൺട്രവേഴ്സിയിൽ പെട്ട് കിടക്കുന്ന സമയമായിരുന്നു. എസ്പെഷ്യലി കലാഭവൻ മണിയുടെ ഡെത്തുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനെതിരെ അലിഗേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് അദ്ദേഹത്തിനെതിരെ ഭയങ്കരമായിട്ട്
ഒരു പിന്നെ ആളുകൾക്കിടയിൽ നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ക്യാരി ചെയ്തിട്ടാണ് ആക്ച്വലി സാബു എന്ന കണ്ടസ്റ്റന്റ് ഗെയിമിലേക്ക് വരുന്നത്. പിന്നീട് അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഈ ഗെയിം കളിക്കുകയും ചെയ്തു. ഒരു മുൻവിധിയും ഒരു മുൻധാരണയും ഇല്ലാതെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആ ഗെയിം വളരെ സ്മാർട്ടായിട്ട് അദ്ദേഹം ഗെയിം കളിക്കുന്നു. അദ്ദേഹം ആ കപ്പ് കൊണ്ടുവന്നു. പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു ഷോയിലൂടെ അദ്ദേഹത്തിന് വന്നൊരു ട്രാൻസിഷൻ ഉണ്ട്. അദ്ദേഹത്തിന് ഒരു വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പരിവേഷത്തിൽ നിന്ന് ഒരു മാസ് ഹീറോയിലേക്ക് ജനങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ സമൂഹത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. സോ ആ ഷോയിൽ അദ്ദേഹത്തിൻ്റെ ഗെയിം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഫാൻസായ ഒരുപാട് പേരുണ്ട്. ബിക്കോസ് വളരെ നെഗറ്റീവായിട്ടൊരു ഇമേജിൽ നിന്ന് വളരെ സ്മാർട്ടായിട്ടൊരു പ്ലെയർ ആണെന്നൊരു ഇമേജിലേക്ക് അദ്ദേഹം വന്നു. ഓഫ് കോഴ്സ് നമുക്ക് എസ്പെഷ്യലി മലയാളികൾക്ക് സ്മാർട്ടായിട്ടുള്ള ആളുകളെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ട്. അതുകൊണ്ട് തന്നെ ടോട്ടലി അദ്ദേഹത്തിൻ്റെ ഇമേജ് തന്നെ മാറ്റി മറിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ കണ്ടത്. അതുപോലെ തന്നെ എടുത്തു വരേണ്ട മറ്റൊരു കണ്ടസ്റ്റന്റിന്റെ പേരാണ് റിയാസ് സലീം. അദ്ദേഹം ബിഗ് ബോസിലെ ഗെയിം ചേഞ്ചർ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ പൊതുവേ ഉള്ള മലയാളികൾക്ക് ഒരു LGBTQ ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഇപ്പോഴും ഉണ്ട്. മൊത്തമായിട്ടും അങ്ങോട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും ഒരു മടിയുണ്ട് ചിലർക്കെങ്കിലും. അത് മാറി വരുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ചിലർക്കെങ്കിലും ഇപ്പോഴും അത് ആക്സെപ്റ്റ് ചെയ്യുന്ന മടിയുണ്ട്. അപ്പം നമ്മൾ ഇത്തരത്തിലും ഒരു ജനകീയമായൊരു ഷോയിൽ ഇത്തരത്തിൽ LGBTQ റെപ്രസെന്റ് ചെയ്ത ആളുകൾ വരിക, അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക. അദ്ദേഹം ഒരു സ്മാർട്ട് പ്ലെയർ ആയിരുന്നു. അപ്പം ഇത്തരത്തിലും ഇവരുടെ ഇടയിൽ നല്ല സ്മാർട്ടായിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ടെന്നുള്ള ഒരു ഇംപ്രഷൻ വരുമ്പം അതും ഒരു പരിധി വരെ ആ സോഷ്യൽ സ്റ്റിഗ്മയെ മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനുശേഷം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാദ്ര എന്ന് പറഞ്ഞ കണക്ഷൻ വന്നു. ഇപ്പം നിലവിൽ ജാൻമണി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഉണ്ട്. അപ്പം സോ ഇനിയും തുടർന്നും ഇത്തരത്തിലുള്ള കണ്ടസ്റ്റൻസിനെ അവർ കൊണ്ടുവരും. സോ ഇത് വളരെ നോർമലൈസ് ചെയ്യാൻ, അതായത് ഇത്തരത്തിലുള്ള ആളുകളുടെ ജീവിതവും അവരുടെ പ്രവൃത്തി, അവരുടെ ഒരു കൾച്ചറൊക്കെ വളരെ നോർമലൈസ് ചെയ്യാൻ, നമ്മുടെ കേരള കൾച്ചറിൽ നോർമലൈസ് ചെയ്യാൻ ഒരു പരിധി വരെങ്കിലും ഈ ഷോ സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു പോസിറ്റീവ് എടുത്തു പറയേണ്ടത് ആളുകളുടെ ലൈഫിനെ ഈ ഷോ മാറ്റുന്നതാണ്. അതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളാണ് അഖിൽ മാരാർ. അഖിൽ മാരാറിനെ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം ഈ ഷോയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സിനിമയുടെ സംവിധായകനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഈ ഷോയിലേക്ക് വരുന്നു, ഈ ഷോ വിൻ ചെയ്യുന്നു. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടൊരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. അദ്ദേഹം ഹീസ് ഡൂയിങ് ഗുഡ് ആക്ച്വലി. അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങളും അദ്ദേഹത്തിന് സ്റ്റേജ് ഷോസും ഒക്കെ ആയിട്ട് അദ്ദേഹം വളരെ ഹീസ് ഡൂയിങ് ഗുഡ് ആക്ച്വലി, വിച്ച് ഇസ് എ ഗുഡ് തിങ്. ആക്ച്വലി ഒരു ഷോയിന് ഒരാളുടെ ലൈഫ് തന്നെ മാറ്റാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതും ഒരു വലിയ കാര്യമാണ്. അതിപ്പോൾ അഖിൽ മാരാറിനെ പോലുള്ള ആളുകളല്ല, മറിച്ച് കോമണേഴ്സ് ആയിട്ടുള്ള വളരെ സാധാരണക്കാരനായ ആളുകളെ പോലും ബിഗ് ബോസ് ഇതിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പം അവർക്ക് വന്ന് അവർ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ആളുകളുടെ ഇടയിൽ അവർക്ക് ഒരു സിഗ്നേച്ചർ ഇടാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കുറച്ചൊക്കെ പോസിറ്റീവ്സും കൂടിയുള്ള ഒരു ഷോ തന്നെയാണ് ബിഗ് ബോസ്. തീർത്തും ഒരു നെഗറ്റീവായി എഴുതള്ളേണ്ട ഒരു കാര്യം ആയിട്ട് ബിഗ് ബോസ് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും അതിൻ്റെതായ പോസിറ്റീവ് വശങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നെഗറ്റീവ് വശങ്ങളാണ് ഒരു പക്ഷേ കൂടുതലുണ്ടാവുക. അതെന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് പോവാം. അതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബിഗ് ബോസിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അവരെങ്ങനെ ഈ ഷോനെ മലയാളത്തിൽ ലോഞ്ച് ചെയ്തു. ഇത് കണ്ടവർക്കറിയാം, ബിഗ് ബോസ് സീസൺ 1 അവർ കൊണ്ടുവന്നതെല്ലാം വലിയ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളെയായിരുന്നു. ബിക്കോസ് അതൊരു ഷോയുടെ ലോഞ്ചിങ് ആണ്. ആദ്യമായാണ് മലയാളികൾക്കിടയിലേക്ക് ഇത്തരത്തിലൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഓഫ് കോഴ്സ് അതിന് മുമ്പ് ഒരു മലയാളി ഹൗസ് എന്ന് പറഞ്ഞ ഷോ ഉണ്ടായിരുന്നു, അത് ഫ്ലോപ്പായി പോയി. ബട്ട് അതിൻ്റെ ഒരു ലെസൺ മനസ്സിലായിക്കൊണ്ട് തന്നെ ആയിരിക്കാം ഇവർ ഈ ഒരു ഏഷ്യാനെറ്റ് ഇതിലേക്ക് മലയാളത്തിലേക്ക് ഈ ഷോ ലോഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് അവർ കൊണ്ടുവന്നത് വലിയ ഒരു എറേ ഓഫ് സെലിബ്രിറ്റീസ് ആയിരുന്നു. ശ്വേതാ മേനോൻ, രഞ്ജിനി ഹരിദാസ്, പേളി മാണി, അരിസ്റ്റോ സുരേഷ്, അനൂപ് തുടങ്ങിയ വലിയ ഒരു സെലിബ്രിറ്റി നിര തന്നെയാണ് അവർ കൊണ്ടുവന്നത്. അപ്പം ഇതെന്താണ്, അവർക്ക് ഈസി ആയിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ അറ്റൻഷൻ പിടിക്കാനും പറ്റി. സോ വൺസ് അത് സീസൺ 1 ഒരു വൻ വിജയമായ ശേഷം പിന്നീട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പിന്നീട് അത്ര അങ്ങോട്ട് വലിയ സെലിബ്രിറ്റീസിനെ എല്ലാവരും കൊണ്ടുവന്നത്. സോ ആദ്യത്തെ സീസണിൽ അവർ ഭയങ്കരമായിട്ട് ഒരു പ്രൊഡക്ഷൻ കോസ്റ്റോട് കൂടെ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരികയും പിന്നീട് അങ്ങോട്ട് അവർ അത്ര അങ്ങോട്ട് സെലിബ്രിറ്റീസ് അല്ലാത്ത ആളുകളെ കൊണ്ടുവന്നു. കാര്യം അവർക്കറിയാം ഇനീഷ്യലി അവർക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ പോലും ജനങ്ങൾ അത് ഏറ്റെടുക്കും. സോ അവിടെ തന്നെ അവരുടെ ക്ലിയർ ആയിട്ടുള്ള ഒരു വളരെ
എന്താണ് സ്മാർട്ടായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാവും. സോ ദേ ആർ റിയലി ബ്രില്യൻ്റ് ഓൺ ദാറ്റ്. പിന്നെ എടുത്തു പറയേണ്ടത്, നമുക്കറിയാം ഈ ഒരു ടി വി ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ അത് TRP, അതായത് ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ്സ് എന്നാണ്. സോ ഈ TRP ആണ് ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത്. TRP എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു നിങ്ങളോട് പറയാം. അതിപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോ, അതിൽ വന്ന് കുറേ കണ്ടസ്റ്റൻസ് വന്ന് അവർ സുഖമായി ആഹാരവും കഴിച്ച് സുഖമായി ഉറങ്ങി വലിയ നന്മകരങ്ങളായിട്ട് എങ്ങനെ പോവുകയാണെങ്കിൽ ആ ഷോ ആരെങ്കിലും കാണുമായിരുന്നു? ഇല്ല, ആരും കാണില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ അടി പൊട്ടുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചീത്ത വിളിയോ അല്ലെങ്കിൽ ഒബ്സീനായിട്ടുള്ള ലാംഗ്വേജോ നടക്കുമ്പോഴാണ് ഈ ഷോ വിറ്റ് പോകുന്നത്, അല്ലെങ്കിൽ ആളുകൾ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. ഇത് കൃത്യമായിട്ട് ആർക്കറിയാം? ഏഷ്യാനെറ്റിന് അറിയാം. ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഏഷ്യാനെറ്റ് ആഗ്രഹിക്കുന്നതും ആ ഷോയിൽ നെഗറ്റീവായ കാര്യങ്ങൾ നടക്കണം എന്ന് തന്നെയാണ്. ബിക്കോസ് നെഗറ്റിവിറ്റി എവിടെയുണ്ടോ അവിടെ കൂടുതൽ TRP ഉണ്ടാവും. സോ അൾട്ടിമേറ്റ്ലി TRP ഈസ് ദി മെയിൻ പോയിന്റ്. അവർക്ക് അവിടെ എത്തിക്സ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവർ ഏറ്റവും കൂടുതൽ എന്ത് തന്നെ പറഞ്ഞാലും അവർ ഫോക്കസ് ചെയ്യുന്ന TRPയുടെ കാര്യം മാത്രമാണ്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയും. നേരത്തെ പറഞ്ഞ ഇവന്റ് തന്നെ, അതായത് 2 കണ്ടസ്റ്റൻസ് തമ്മിലൊരു അടി പൊട്ടി. അപ്പോൾ ഈ അടി പൊട്ടുന്ന സമയം ഞാൻ ആ ഒരു എപ്പിസോഡ് ഞാൻ കണ്ടതായിരുന്നു. അപ്പോൾ ആ എപ്പിസോഡ് കണ്ടവർക്ക് ഒരു പക്ഷേ മനസ്സിലായിരിക്കും. അതായത് അതിൻ്റെ ഒരു സംഭവിച്ച വെച്ചാൽ 2 കണ്ടസ്റ്റൻസ് തമ്മിൽ ഒരു വാഗ്വാദം വരുന്നു, ഒരു വാക്ക് തർക്കം വരുന്നു. അത് മൂർച്ഛിച്ച് 1 പറഞ്ഞ് 2 പറഞ്ഞ് അത് അടിയാകുന്ന ഒരു സിറ്റുവേഷൻ എത്തുന്നു. പിന്നീട് ഈ എരുതയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഒരു കണ്ടസ്റ്റന്റിന്റെ അടുത്ത് നിന്ന് ഒരു പ്രൊവോക്കിംഗ് ആയിട്ടൊരു സംഭവം വരുമ്പോഴാണ് ആ അടി പൊട്ടുന്നത്. അവിടെ ഒരു പോയിന്റിലും ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു അദൃശ്യനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം അതിൽ ഇടപെടുന്നില്ല. ഓക്കെ, അതിനുശേഷം ആ അടി പൊട്ടിയ ശേഷമാണ് ബിഗ് ബോസ് വന്നിട്ട് 2 പേരും പിടിച്ചു മാറ്റുന്നത്. നമ്മളിപ്പം ഒരു കോമൺ ആയിട്ടുള്ളൊരു വ്യക്തി 2 ആളുകൾ തമ്മിൽ അടി പൊട്ടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്താണ് ചെയ്യുക? അവരെ അത് പിന്തിരിപ്പിക്കും. നമ്മളതിൽ നോക്കുമ്പോൾ കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നില്ല. ഈ 2 പേരുടെ അടിയിൽ ആരും ഇടപെടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ വ്യക്തി ഒരു തവണയെങ്കിലും അവർക്ക് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്, അല്ല അവരോട് ആ മൊമെന്റ് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ ആ അടി അവിടെ നടക്കില്ലായിരുന്നു. ബിക്കോസ് അവിടെ ബിഗ് ബോസ് പറഞ്ഞു പിന്നെ വേറെ അവർക്ക് ഓപ്ഷൻ ഇല്ല. അവർ 2 പേരും 2 വഴിക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞ വ്യക്തി സീക്രറ്റ്ലി അവിടെ അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആ അടി പൊട്ടണം എന്നുള്ളത് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ ഇടപെടുന്നില്ല. സോ വിച്ച് മീൻസ് ക്ലിയർലി ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോവിൻ്റെ ഡയറക്ടേഴ്സും മേക്കേഴ്സൊക്കെ അവരാഗ്രഹിക്കുന്നത് ആദ്യം അവിടെ നെഗറ്റിവിറ്റി ഉണ്ടാക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് ഇവൻറ്റ്സ് ഉണ്ടാക്കുക, എന്നിട്ട് അത് വിറ്റ് കാശാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ പിന്നീട് കാണുന്നത് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ വന്ന് എല്ലാവരെയും ഗുണദോഷിക്കുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഗുണദോഷിക്കുക എന്ന് പറഞ്ഞ് അവരവരുടെ ഒരു എത്തിക്കൽ പാർട്ട് സേഫ് ആക്കുക. ബിഗ് ബോസ് ഞങ്ങൾ ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള ആളുകളാണ്, ഞങ്ങൾ ഭയങ്കര എത്തിക്സിന് വാല്യൂ കൊടുക്കുന്ന അല്ലെങ്കിൽ ബിഹേവിയറിന് വാല്യൂ കൊടുക്കുന്ന ഒരു ഷോ ആണ് ഇതെന്നൊക്കെ പറഞ്ഞ് ഇത് കുറേ ആളുകൾ കാണുന്ന ഷോ ആണ്. ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ളവർ, ഈ ഷോ കാണുന്നവർക്കറിയാം, ഒരുപാട് തവണ ശ്രീ മോഹൻലാൽ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഒരുപാട് പേര് കാണുന്ന ഷോ ആണ്, നിങ്ങൾ അങ്ങനെ ബിഹേവ് ചെയ്യരുത്, ഇങ്ങനെ ബിഹേവ് ചെയ്യരുത്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും ഇവർക്ക് വേണ്ടത് ആളുകൾ അവിടെ അടി ഉണ്ടാക്കുക, വഴക്ക് ഉണ്ടാക്കുക, എന്നിട്ട് ആ വഴക്കിനെ അല്ലെങ്കിൽ അടിയുടെ പ്രോമോ കട്ട് ചെയ്ത് വിറ്റ് കാശാക്കുക എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോനെ അതിന് ട്രൂവസ്റ്റ് ഫോമിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ ഒരു കൺസെപ്റ്റ് തുടക്കം തൊട്ടേ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഞാൻ ഈ ഷോനെ ആ രീതിയിലാണ് കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഷോയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് കളിക്കുന്ന പാർട്ടിസിപ്പൻസ് പോലെ തന്നെ പുറത്തിരിക്കുന്ന നമ്മളും ഈ കളിയുടെ ഒരു ഭാഗമാണ്. ബിക്കോസ് അകത്തിരിക്കുന്ന ആളുകളുടെ ഫിസിക്കൽ ആസ് വെൽ ആസ് മെന്റൽ കാര്യങ്ങളുമായിട്ടാണ് ബിഗ് ബോസ് കളിക്കുന്നത്. ഓൾസോ നമ്മുടെയൊക്കെ മൈൻഡ് വെച്ചിട്ടും ബിഗ് ബോസ് കളിക്കുന്നുണ്ട്. അപ്പം നമ്മളും ഇൻഡയറക്ട്ലി ഈ ഷോന്റെ ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ, അദ്ദേഹം ഹി ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്റ്റാർസ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇന്നവിറ്റബിളി. അദ്ദേഹത്തെ പോലെ ഒരാൾ പിന്നീട് ഈ വീക്കെൻഡിൽ വന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലും അവിടെയും ഒരു TRP എലിമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ TRP ആസ്പെക്റ്റിലാണ്. ബിക്കോസ് നമ്മൾ ആ ഷോവും കാണും, അതുപോലെ തന്നെ വീക്കെൻഡിൽ അദ്ദേഹം ലാലേട്ടൻ വന്ന് വീണ്ടും ഈ കാര്യം തന്നെയാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പം അതും ഒരു TRPയുടെ ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഇവര്
ഒബ്വിയസ്ലി പറഞ്ഞത് സ്ക്രിപ്റ്റഡ് അല്ല, ഇതിൽ അങ്ങനെ ഇതിൻ്റെ ഡയലോഗുകളും ഇതിൻ്റെ ആക്ഷൻസും സ്ക്രിപ്റ്റഡ് അല്ല എന്നാണ് പറയുമെങ്കിൽ പോലും വ്യക്തമായിട്ട് ഈ ബിഗ് ബോസിന്റെ മേക്കേഴ്സിന് ഈ ഒരു ഡിസൈൻ, അതായത് ഈ ഷോ എങ്ങനെ കൊണ്ടുപോകണം, ഞാൻ ഉദ്ദേശിക്കുന്നതിന്റെ റൂൾസോ അതിന്റെ ടാസ്കോ അല്ല, ഈ ഷോ എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ സ്ക്രിപ്റ്റഡ് ആണ്. കാരണം അവർക്ക് കൃത്യമായൊരു ധാരണയുണ്ട് ഏത് കണ്ടസ്റ്റന്റിനെ പുഷ് ചെയ്യണം, ഏത് കണ്ടസ്റ്റന്റിനെ ഡൗൺ ചെയ്യണം എന്നുള്ള കൃത്യമായ ധാരണയോട് കൂടെ തന്നെയാണ് ഈ ഷോ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ദാറ്റ് ബീൻ സെഡ്, കമ്മിങ് ടു ദ കൺക്ലൂഷൻ ഓഫ് ദിസ് വീഡിയോ, ബിഗ് ബോസ് എന്നീ ഷോനെ കുറിച്ച് എൻ്റെ ഒരു ഫൈനൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അതിനതിൻ്റെതായ പോസിറ്റീവ്സും ഉണ്ട്, അതിനതിൻ്റെതായ നെഗറ്റീവ്സും ഉണ്ട്. അഫ്കോഴ്സ് ചാനൽ അതിൻ്റെ TRP കൂട്ടാനും അതിൻ്റെ പ്രൊമോ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി അവരാവുന്നതൊക്കെ കളിക്കും. അവരതിൻ്റെ നെഗറ്റീവ് എലിമെൻറ്റ്സ് നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ നെഗറ്റിവിറ്റി ഉണ്ടാക്കുക, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക, നെഗറ്റിവിറ്റിയെക്കുറിച്ച് വേദവാക്യം പറയുക, ഇതാണ് അവരുടെ ഷോ. സോ അത് മനസ്സിലാക്കിയ ഷോ കാണുകയാണെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിൽ നമ്മളൊരു സിനിമയൊക്കെ കാണുന്ന പോലെ ഒരു 1 hour ഒക്കെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് പോലെ നമ്മൾ കാണാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് എൻ ഓക്കെ ഷോ. പിന്നെ കുട്ടികൾ ഇത് കാണണോ വേണ്ടെന്നുള്ളത് ടോട്ടലി അപ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് യുവർ പാരൻസ് തീരുമാനിക്കുക നിങ്ങളുടെ കുട്ടികൾ ഇത് കാണണോ വേണ്ടെന്നുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് കീപ് സപ്പോർട്ടിങ് മൈ ചാനൽ. തുടർന്നും വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ആൻഡ് താങ്ക് യു ഓൾ വൺസ് അഗൈൻ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.